നമുക്ക് ഹിന്ദി നല്ല പിടുത്തമുള്ളതുകൊണ്ട് പറഞ്ഞതിൽ പാതിയെ മനസ്സിലായിട്ടുള്ളൂ. ബാക്കി നമുക്ക് കാശ്മീരിലേക്ക് പോകാം. കാശ്മീരിൽ ഷിക്കാരിയിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ ആദിൽ പാലോട് ചില കാര്യങ്ങൾ നമ്മളോട് പറയും. ഷിക്കാരിൽ നല്ല തണുപ്പിൽ 15 ഡിഗ്രി തണുപ്പിലാണ് ഇരിക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ്. ആദിൽ പാലോട് എന്താണ് ഷിക്കാര ബോട്ടിൽ ഇരിക്കുമ്പോൾ തോന്നുന്നത്? ആര് തുഴഞ്ഞു പോകും ഇത്തവണ ജമ്മു കാശ്മീരിൽ രാഷ്ട്രീയ തോണി? അതാണ് ചോദ്യം. നമ്മളിപ്പോൾ ഒരു ശിക്കാര ബോട്ടിൽ ഇരിക്കുന്നു. ജമ്മു കാശ്മീരിന്റെ അടയാളമാണ് ശിക്കാര ബോട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ബോട്ടിന് സമാനമാണ് ജമ്മു കാശ്മീരിലെ സ്ഥിതിയും. ജമ്മു കാശ്മീർ എന്ന ശിക്കാര ബോട്ട് ആര് തുഴയും? ആരാണ് കപ്പിത്താൻ? ഇവിടെ ഒരു തുഴയുണ്ട്. ആരാണ് കപ്പിത്താൻ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കപ്പിത്താൻ ഉണ്ട് സാർ. ജമ്മു കാശ്മീരിന്റെ കപ്പിത്താൻ ആരാണ് സാർ എന്ന ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് ജമ്മു കാശ്മീരിന്റെ കാഴ്ചകൾ ക്യാമറമാൻ വിജിത്ത് ഊർക്കടവ് പ്രേക്ഷകരെ കാണിക്കും. വളരെ സുന്ദരമാണ്, വളരെ സുന്ദരമായ പ്രഭാതം. ജമ്മു കാശ്മീരിലെ പ്രഭാതം അത്രമേൽ സുന്ദരമാണ്. അത് നമ്മൾ ആസ്വദിക്കുക കൂടി ചെയ്യുന്നു. ഒപ്പം ജനങ്ങളുടെ ആവേശവും ജനങ്ങളുടെ കൗതുകയും ജിജ്ഞാസയും ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മളോട് പലരോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ജമ്മുവിലേക്ക് പോയില്ല, കശ്മീരിലാണുള്ളത്. കശ്മീരിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ഭൂരിഭാഗവും പറയുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് മുന്നണി അധികാരത്തിലെത്താനുള്ള സാധ്യത തന്നെയാണ് ഇവർ കാണുന്നത്. അതിന് കാരണമുണ്ട്. PDPയെ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് PDP ഇത്രമേൽ ദുർബലരായി പോയത്. കഴിഞ്ഞ തവണ PDP അധികാരത്തിൽ 28 സീറ്റുകൾ കൊടുത്ത് ജനങ്ങൾ സ്വീകരിച്ചൊരു പാർട്ടിയാണ് 2014. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു? BJPക്കൊപ്പം പോയി അവർ വ്യാജമായ നിലപാട്, കാപട്യമാണ് കാണിച്ചത് എന്ന് ജനങ്ങൾ പ്രതികരിക്കുന്ന സ്ഥിതി. ഇന്നലെ നമ്മൾ വോക്സ് പോപ്പുകളടക്കം ജനങ്ങളുടെ പ്രതികരണങ്ങളടക്കം റിപ്പോർട്ടർ PTVയുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആ നിലയിലുള്ള ഒരു സമീപനം. അതുകൊണ്ട് തന്നെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനുള്ള വിജയ സാധ്യത നമുക്ക് ഈ കാണാം. മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രഭാതമാണ്. വിജിത്ത് ഊർക്കടവ് പ്രേക്ഷകരിലേക്ക് ആ രംഗങ്ങൾ, ദൃശ്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഡാലിലേക്കൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. വിനോദസഞ്ചാരികളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ കാഴ്ചകൾ കാണിച്ച് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അവിടേക്ക് വരാൻ തോന്നുന്നുണ്ട്. ആദിൽ പാലോട്, മനോഹരമായ കാഴ്ചയാണ്. ഷിക്കാര ബോട്ട് ആര് തുഴയും? രാഷ്ട്രീയ ഷിക്കാര ബോട്ട് ആര് തുഴയും എന്നതാണ് ചോദ്യമെങ്കിലും ആര് തുഴഞ്ഞാലും ഡാൽ ലേക്കിൽ ഒരിക്കൽ നമുക്ക് വരണം. അവിടുത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ആ കാഴ്ചകൾ അത്രമേൽ വശ്യഭംഗിയുള്ളതാണ്. നമ്മളെ ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളാണ് ഡാൽ ലേക്കിൽ നിന്ന് ആദിൽ പാലോടും നമ്മളുടെ ക്യാമറമാൻ വിജയും പകർത്തിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ദൃശ്യങ്ങളൊന്ന് കാണൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന ഈ ശ്രീനഗറിലെ ഡാൽ ലേക്കിലെ കാഴ്ചകൾ, മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന ശ്രീനഗറിലെ കാഴ്ചകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമ്മാനിക്കുമ്പോൾ മഞ്ഞുപോലെ പുതഞ്ഞു കിടക്കുന്ന പ്രവചനാതീതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ജമ്മു കാശ്മീരിലുണ്ടോ എന്നതാണ് ചോദ്യം. 10 വർഷത്തിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പാണെന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. 2014 ശേഷം ജമ്മു കാശ്മീരിലെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടേയില്ല. BJPക്കുള്ള സപ്പോർട്ട് PDP പിൻവലിച്ചതോടുകൂടി 2018 ഗവർണർ ഭരണത്തിലെത്തിയ ജമ്മു കാശ്മീർ 2019 സംസ്ഥാന പദവി നഷ്ടപ്പെടുമ്പോൾ അതിനുശേഷം തിരിച്ചു വീണ്ടും ജനവിധിക്ക് വേണ്ടി കാതോർത്തിരിക്കുമ്പോൾ ആർക്കനുകൂലമായിട്ടായിരിക്കും ഈ രാഷ്ട്രീയ തോണി ചലിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. നോക്കൂ, ജമ്മു കാശ്മീരിൽ ദാൽ ലേക്കിന് മുകളിലൂടെ ആകാശത്ത് ഇപ്പോൾ പ്രഭാതം പൊട്ടിവിടരുന്ന കാഴ്ച. മനോഹരമായ സുന്ദരമായ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിക്കാര ബോട്ടുകളുള്ള ദാൽ ലേക്കിൽ നിന്നുള്ള കാഴ്ചയാണ് ആദിൽ പാലോടും വിജയും പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയം ഏറെ ചൂടുപിടിച്ചിരിക്കുന്ന രാഷ്ട്രീയമാണ്. എന്തു സംഭവിക്കും ജമ്മു കാശ്മീരിൽ? ആരായിരിക്കും കറുത്ത കുതിര? റഷീദ് എഞ്ചിനീയറുടെ AAP പാർട്ടിക്കൊരു കറുത്ത കുതിരയാകാൻ കഴിയുമോ? അതല്ല പീപ്പിൾസ് കോൺഫറൻസ് ആണോ? അതല്ല PDPയും നാഷണൽ കോൺഫറൻസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നാഷണൽ കോൺഫറൻസ് ബഹുദൂരം മുന്നിലേക്ക് പോകുമോ? കഴിഞ്ഞ തവണത്തെ പ്രകടനത്തിന്റെ പാതയിൽ താഴെ മാത്രം PDP ഒതുങ്ങുമോ? BJPക്കുള്ള ബന്ധത്തിന് PDP വില നൽകേണ്ടി വരുമോ? ആരായിരിക്കും മുഖ്യമന്ത്രി? ഉമർ ഫറൂഖ് അബ്ദുള്ളയായിരിക്കുമോ? അതല്ല ഇൽത്തിജ മുഫ്തി ആയിരിക്കുമോ എന്നതാണ് ചോദ്യം. ആദിൽ പാലോട്, ഇനി PDPയുടെ സാധ്യതകൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു വരാം. നാഷണൽ കോൺഫറൻസ് PDPയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഫറൂഖ് അബ്ദുള്ള എക്സിൽ കുറിച്ചിരിക്കുന്നത് വിധി വരട്ടെ, അതുവരെ നമുക്ക് സ്പെക്കുലേഷൻസിനും പോകേണ്ടതില്ല എന്നാണ്. ഉറപ്പായും അതാണ്. എക്സിറ്റ് പോൾ ഫലത്തിൽ തന്നെ തൂക്കുസഭ വരാനുള്ള സാധ്യതയാണ് പലരും പ്രവചിക്കുന്നത്. അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. വിജയത്തിലേക്കുള്ള സൂചനയാണ് എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോഴും പക്ഷേ എക്സിറ്റ് പോളിലെ എണ്ണങ്ങൾ, സീറ്റുകളിലെ എണ്ണങ്ങൾ അംഗീകരിക്കാൻ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം തയ്യാറാകുന്നില്ല. എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടായേക്കാം എന്ന ഒരു അഭിപ്രായമാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ നമ്മൾ ജമ്മു കാശ്മീർ PCC അധ്യക്ഷൻ്റെ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ താരിഖ് ഖറയുടെ പ്രതികരണം നമ്മൾ ലഭ്യമാക്കിയിരുന്നു. അപ്പോഴും പറയുന്നത് ഒരു വിജയ സൂചനയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ആരാണ്, എത്ര എണ്ണമാണെന്നൊന്നും പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിയെ രൂപീകരിക്കുന്നതിലടക്കം തീരുമാനം വരും എന്ന നിലയിലൊരു ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഈ ഡാൽ ലേക്കിലെ വെള്ളം നല്ല തണുത്ത വെള്ളമാണ്. ആ നിലയിൽ നമുക്ക് നല്ല അനുഭവം. അരുൺ പറയുന്നത് പോലെ പ്രേക്ഷകർക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരണമെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്നത്.
നല്ല തണുപ്പുള്ള വെള്ളം, നല്ല തണുപ്പുള്ള അന്തരീക്ഷം, ചൂടുള്ള രാഷ്ട്രീയം. ആര് വരും? എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു സൂചനയാണെന്ന് പറയുമ്പോൾ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെയാണെങ്കിൽ, സ്ഥിരതയുള്ള സർക്കാർ വരാൻ ഒരു തരത്തിലുള്ള സാധ്യത മങ്ങുകയാണെങ്കിൽ പിന്നീട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. ഗവർണർ നിയോഗിക്കുന്ന 5 MLA-മാർ അവരായിരിക്കും വിധി നിർണ്ണയിക്കുക എന്ന ഘട്ടത്തിലേക്ക് വന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഫാറൂഖ് അബ്ദുള്ള റിപ്പോർട്ടർ ടിവിയോട് വ്യക്തമാക്കിയിരുന്നു. ഈ നിലയിൽ ചില നിയമ നടപടികളിലേക്ക് കൂടി പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നതാണ് നിലവിലെ സ്ഥിതി. ഇവിടെ കൂടുതൽ ആളുകളുണ്ട്. जी तो पता नहीं, जो भी जीतेगा, एंड हम होप करते हैं कि स्टेट के लिए और यूटी के लिए अच्छा एडमिनिस्ट्रेशन आ जाए. आपका क्या मांग है? मांग जो भी पब्लिक की डिमांड्स होगी वो पूरी होनी चाहिए, डेवलपमेंट होनी चाहिए, बस और क्या होना चाहिए. तो वो तो गवर्नमेंट का डिसीजन है, क्या करेगी या क्या नहीं करेगी. ഇതാണ് ഇപ്പോൾ ഒരു പരിധി വിട്ടുള്ള പ്രതികരണത്തിനൊന്നും തയ്യാറല്ല. ഒരു കരുതലോടുകൂടിയുള്ള പ്രതികരണമാണ്, രാഷ്ട്രീയ പ്രതികരണമാണ് അല്ലേ ആദിൽ പാലോട് ശ്രീനഗറിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. ഏറ്റവും കൗതുകകരമായ കാഴ്ച ഇനി വരാൻ പോകുന്നതും ശ്രീനഗറിൽ നിന്ന് തന്നെയായിരിക്കും. ശ്രീനഗറിലുള്ള 47 മണ്ഡലങ്ങളിൽ BJPക്ക് നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല പലയിടങ്ങളിലും എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ആകെ BJP നിർത്തിയിരിക്കുന്നത് 62 സ്ഥാനാർത്ഥികളെ മാത്രമാണ് 90 മണ്ഡലങ്ങളിൽ. എന്നാൽ അതേസമയം BJPക്കൊപ്പം പിന്തുണയുമായി നിൽക്കുന്ന റഷീദ് എഞ്ചിനീയറുടെ പാർട്ടിയുണ്ട്, മീറിൻ പാർട്ടിയുണ്ട്, ഒപ്പം തന്നെ അപ്നി പാർട്ടി, പീപ്പിൾസ് കോൺഫറൻസ് ഉണ്ട്. ഒരു കൊച്ചുകുട്ടിയുമായിട്ട് അതിൽ സംസാരിക്കുന്നു. 18 വയസ്സുള്ള ചെറുപ്പക്കാരനല്ല. അവൻ എന്താണ് മോഹം? അവൻ രാവിലെ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എന്നാണ് പറയുന്നത്. ആപ് ക്യാ ലഗ്താ ഹൈ കौन सा पार्टी जीतेगा? पता नहीं. आपका पसंद क्या है? बताओ. NC. ആഹാ, പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കുട്ടി മനസ്സിൽ കള്ളമില്ല എന്നതാണ് കേട്ടോ. അപ്പോൾ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുമ്പോൾ നാഷണൽ കോൺഫറൻസ് എന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രീനഗറിൽ നാഷണൽ കോൺഫറൻസ് ഒരു ട്രെൻഡാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സൂചനയിലേക്ക് എത്താം.